സ്വന്തമായൊരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് വീട് വാങ്ങുക എന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു ആയുഷ്കാല സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പിന്നാലെ പോകുമ്പോൾ മുന്നിലുള്ള ചതിക്കുഴികൾ പലപ്പോഴും നമ്മൾ കാണാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. വീട് വാങ്ങുന്ന കാര്യത്തിൽ അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തേത് ബഡ്ജറ്റാണ്. നിങ്ങളുടെ ഓരോ മാസത്തെയും ചെലവുകൾ കൃത്യമായി കണക്ക് കൂട്ടുക. ഈ ചെലവുകൾക്ക് ആവശ്യമായ പണം നിശ്ചിത അളവ് നീക്കിവെക്കാനുണ്ടെന്നും ബാക്കി മിച്ചം എത്ര ഉണ്ടാകുമെന്നും മനസ്സിലാക്കാൻ ശരിയായ ബഡ്ജറ്റിന്റെ ആസൂത്രണം നിങ്ങളെ സഹായിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സ്വത്താണെന്ന് ഓർക്കുക. അതിനെ ദീർഘകാലം പരിചരിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. വാങ്ങുന്ന വസ്തു നിങ്ങളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതും ബഡ്ജറ്റിനുള്ളിലായിരിക്കുമെന്നും ഉറപ്പുവരുത്തണം. ഒരു സ്ഥലം അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങുന്നയാൾ എന്ന നിലയിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി രണ്ടാമത്തേത് സ്ഥലം. വീട് വാങ്ങുമ്പോൾ പ്രദേശം നന്നായി മനസ്സിലാക്കി തിരഞ്ഞെടുക്കുക. നഗരത്തോട് ചേർന്ന സ്ഥലങ്ങൾ വാങ്ങുക. ഇത് വീടിന്റെ പുനർവിൽപ്പന മൂല്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇനി നിങ്ങൾ ഒരു വാടക വസ്തുവിലാണ് നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നതെങ്കിൽ പ്രദേശത്തെ വാടക നിരക്ക് അറിയുന്നത് ശരിയായ വസ്തുവും സ്ഥലവും തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും. പ്ലാനായി സ്ഥലമൊക്കെ നോക്കി നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ കുറച്ചധികം പണം കൂടി വേണമെന്നിരിക്കട്ടെ. എന്താണ് അടുത്ത വഴി? വായ്പ. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഭവന വായ്പയുടെ യോഗ്യത എന്നത് തിരിച്ചടവ് ശേഷി, വരുമാനം, നിലവിലുള്ള വായ്പകൾ അല്ലെങ്കിൽ കടങ്ങൾ, വായ്പാ അപേക്ഷകന്റെ പ്രായം എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. വായ്പ നൽകുന്ന കമ്പനിയോ ബാങ്കുകളോ വായ്പാ യോഗ്യത കണക്കാക്കാൻ ഹോം ലോൺ എലിജിബിലിറ്റി കാൽക്കുലേറ്റർ പോലുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അനുവദിക്കാവുന്ന പരമാവധി വായ്പ ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. കൂടാതെ ബാങ്ക് അല്ലെങ്കിൽ RBI നിയന്ത്രണങ്ങൾ അനുസരിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ വ്യത്യാസപ്പെടാം. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തി ശരിയായ ലോൺ തിരഞ്ഞെടുക്കൽ പ്രധാനമാണ്. ഇനി അടുത്തത് പുനർവിൽപ്പനാ മൂല്യം. ഏതൊരു വസ്തുവിലും നിക്ഷേപിക്കാനോ വാങ്ങാനോ ആസൂത്രണം ചെയ്യുന്നതിന് മുൻപ് പരിഗണിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അതിന്റെ പുനർവിൽപ്പനാ മൂല്യം. പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് ആരും ഈ പുനർവിൽപ്പനാ മൂല്യം അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിന്തിക്കാറില്ല. അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ഘടകം കൂടി പരിഗണിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു പ്രധാന പ്രദേശത്തിലോ വസ്തുവിന്റെ ബഡ്ജറ്റിലോ മാത്രമായിരിക്കും മിക്കപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കണക്കാക്കിയാൽ നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്ന വീടിന്റെ ലൊക്കേഷൻ ഒരു പ്രൈം ഫാക്ടറാണ്. ലൊക്കേഷൻ തെരഞ്ഞെടുക്കുന്നതിൽ പാകപ്പിഴകൾ സംഭവിച്ചാൽ ഭാവിയിൽ വിൽപ്പന വില പോലും കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വാങ്ങിയ വിലയ്ക്ക് പോലും വിൽക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പുനർവിൽപ്പനാ മൂല്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടതുണ്ട്. ഇനി അടുത്തതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും. വസ്തു വാങ്ങുന്നതിനായി നിങ്ങളുടെ ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും വാങ്ങാൻ തീരുമാനിക്കുകയും ഒക്കെയും ചെയ്താൽ നഗരത്തിൽ ബാധകമായ നിരക്കുകൾ അറിഞ്ഞിരിക്കണം. വസ്തുവിന്റെ മാർക്കറ്റ് മൂല്യവും അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി തുകയും അറിയണം. വിപണി മൂല്യം അനുസരിച്ച് നിങ്ങൾക്ക് ബാധകമായ സ്റ്റാമ്പ് ഡ്യൂട്ടി തുക കണ്ടെത്തുകയും വേണം. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇതിനായി വസ്തുവിന്റെ വിലയനുസരിച്ച് ന്യായമായ തുക ചെലവഴിക്കേണ്ടി വരും. സ്വത്തവകാശത്തിന്റെ തെളിവായി നിലകൊള്ളുന്നത് പോലും ഈ പേപ്പറുകളാണ്. 1899 ഇന്ത്യൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം നിങ്ങൾ നൽകേണ്ട ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും പ്രധാന ചെലവുകളിൽ ഒന്നാണ്. ഇനി വീടൊക്കെ വാങ്ങി രജിസ്റ്റർ ഒക്കെ ചെയ്തു എന്നിരിക്കട്ടെ, മറ്റിനത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കർമാർ, ഹോം ഇൻസ്പെക്ടർ, ലാൻഡ് സർവേയർ, നോട്ടറി തുടങ്ങിയവർക്ക് നൽകുന്ന ഫീസുകളും സർവീസ് ചാർജുകളും പരിഗണിക്കണം. ഇനി ഫ്ളാറ്റ്, വില്ലകളൊക്കെ ആണെങ്കിൽ മെയിന്റനൻസ് ചാർജ് എത്രയാണെന്ന് കൂടി കണ്ടെത്തണം. കാർ പാർക്കിംഗ് നൽകുമോ, ഇനി അതിന് അധിക തുക നൽകേണ്ടതുണ്ടോ എന്നൊക്കെ വിട്ടുപോകാതെ കൃത്യമായി അന്വേഷിക്കണം. വീട് വാങ്ങാൻ തീരുമാനിച്ചു, ലോൺ ഇടേണ്ട സാഹചര്യമാണെങ്കിൽ ലോൺ തുക അപ്രൂവ് ആയി, അഡ്വാൻസ് കൊടുത്ത് വീടൊക്കെ വാങ്ങി, രജിസ്ട്രേഷനും പൂർത്തിയായി. ഇനി അടുത്തത് എന്താണ്? ഇനി ഒന്നും നോക്കാനില്ല അല്ലെ? എന്നാൽ അങ്ങനെയല്ല. വലിയൊരു തുകയൊക്കെ കൊടുത്ത് ഇഷ്ടപ്പെട്ട വീടൊക്കെ വാങ്ങിയാൽ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. നിങ്ങളുടെ വസ്തുവിന് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ വീടിന് ആവശ്യമായ സംരക്ഷണങ്ങൾ നൽകാൻ വ്യത്യസ്ത ഭവന വായ്പാ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ട്. ഭവന വായ്പ എടുക്കുമ്പോൾ പലിശ നിരക്ക്, കാലാവധി, EMI തുടങ്ങിയവയിൽ എല്ലാവരും വളരെയധികം ശ്രദ്ധ കൊടുക്കാറുണ്ട്.
ഇൻഷുറൻസ് ഉപയോഗിച്ച് വായ്പ സുരക്ഷിതമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പലരും ചിന്തിക്കാറുകൂടിയില്ല. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് വീടും വീട്ടുപകരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ഒരായുസിൽ ഉണ്ടാക്കിയെടുത്തതെല്ലാം ഒറ്റ രാത്രിയിൽ ഒലിച്ചുപോയ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് നിങ്ങൾക്ക് സഹായകരമാവുക. വീടിന് മാത്രമല്ല, വസ്തുവകകൾക്ക് കൂടിയുള്ള സമഗ്ര ഭവന ഇൻഷുറൻസ് പോളിസികൾ വരെ ഇന്ന് ലഭ്യമാണ്. അതുകൂടാതെ അടിസ്ഥാന പരിരക്ഷയ്ക്ക് പുറമെ പല ആഡ് ഓൺ പരിരക്ഷകളും ലഭ്യമാണ്. പ്രവചനാതീതമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാന ആസ്തിയായ വീടും അതിനുള്ളിലെ പ്രധാനപ്പെട്ട സാധനങ്ങളും ഇൻഷുർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുവേണം ഒരു വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ. അപ്പോൾ അതാണ് കാര്യം.